हाय मेरे दोस्तों, आदाब। दूसरा യൂണിറ്റ് का नाम പഠേം പഠേം. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് പഠേം പഠേം, വായിക്കാം വളരാം. ഇതിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ആദാബ് അർസ് ഹേ. ഇതിൻ്റെയൊക്കെ മുന്നേ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ ഒരു 0 പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ 0 പേജിൽ എന്തെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്? എന്തെല്ലാമാണ് അവിടെ കാണുന്നത്? തുടക്കം തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടാകും ഇല്ലേ? ഏതായിരുന്നു പാട്ട്? സ്കൂൾ കാ ജമാന ഹേ കിസ് ഖദർ സുഹാന. നല്ല അത് സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷം, സ്കൂളിൻ്റെ കാലഘട്ടം, നല്ല കൂട്ടുകാർ, നല്ല അധ്യാപകർ, നല്ല ഓർമ്മകൾ, ഇതെല്ലാം ചേർത്ത് ഇണക്കിയ ഒരു പാട്ടാണത്. നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാകും. തുടർന്ന് ആ ചിത്രത്തിൽ നിങ്ങൾ എന്തെല്ലാം കണ്ടിട്ടുണ്ട്? ആ ചിത്രത്തിൽ വഹാം ഏക് സ്കൂൾ ഹേ, സ്കൂൾ കെ ആംഗൻ, സ്കൂളിലെ മുറ്റം, ആംഗൻ മേ ബച്ചേ ഖേൽ രഹേ ഹൈ, സ്കൂൾ കെ ആകെ ഏക് ഗേറ്റ് ഹേ, സ്കൂൾ കെ പീച്ചെ പേഡ് ഹേ, മരമുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ആദാബ് അർസ് ഹേ. ആദാബ് അർസ് ഹേ എന്നുള്ളത് നമ്മൾ ഒരു അഭിവാദ്യം ചെയ്യുന്നൊരു വാക്കാണ് ആദാബ് അർസ് അല്ലെങ്കിൽ ആദാബ്. ഓരോ ഭാഷ പഠിക്കുമ്പോഴും നമ്മൾ അതിന് അനുസരിച്ചുള്ള അഭിവാദ്യങ്ങളും പ്രത്യഭിവാദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇതുപോലെ ഉറുദുവിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു വാചകമാണ് ആദാബ് അർസ് ഹേ അല്ലെങ്കിൽ ആദാബ്. അതിരാവിലെ എണീറ്റ ഫർഹാദ് കയ്യും മുഖമൊക്കെ കഴുകി നാശ്ത കഴിക്കാനിരിക്കുകയാണ്. ഇത്രയും നേരത്തെ എവിടേക്കാണ് മോനെ നീ പോകുന്നത് എന്ന് ഉമ്മ ചോദിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച സ്വാതന്ത്ര്യദിന പരിപാടി നടക്കാനുണ്ട്, അതിൻ്റെ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്, അതിനു വേണ്ടിയാണ് എന്ന് ഫർഹാദ് മറുപടി പറയുന്നു. അങ്ങനെ തൻ്റെ ബാഗുമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് ഫർഹാദ്. വഴിയിൽ വെച്ച് ടീച്ചറുമായി ഒരു മുലാഖാത്ത് ഉണ്ടായി, ഒരു കണ്ടുമുട്ടലുണ്ടായി. അങ്ങനെ തുടർന്ന് ചെറിയൊരു സംഭാഷണ രൂപത്തിലാണ് നമ്മുടെ ഈ പാഠഭാഗം കടന്നു പോകുന്നത്. നിങ്ങളത് നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടാകും. സംഭാഷണത്തിന് ഉറുദുവിൽ ഗുഫ്തഗു എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായും 3 പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ? 3 പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അത് ഏതെല്ലാം നിങ്ങൾക്കറിയാലോ. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം ഫർഹാദിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള രാജു അല്ലേ? നിങ്ങൾക്കൊക്കെ സുഹൃത്തുക്കളുണ്ടാവും. അതുപോലെ ഫർഹാദിൻ്റെ ഉറ്റ സുഹൃത്താണ് രാജു. ഈ രാജു സ്കൂളിലെത്തി. അങ്ങനെ ടീച്ചറുമായിട്ട് ഒരു സംഭാഷണം നടക്കുകയാണ്. രാജുവും ടീച്ചറും തമ്മിലുള്ള സംഭാഷണം എന്തെല്ലാമാണ് എന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാം, നിങ്ങൾ എഴുതി അയച്ചു തന്നതാണ്. അത് എന്തെല്ലാമാണ് അവർ നടത്തിയ സംഭാഷണങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാം. രാജു: ആദാബ് ടീച്ചർ. ടീച്ചർ: ഖുശ് രഹോ. രാജു: आप कैसी है? टीचर: मैं ठीक हूँ. और आप कैसे हैं राजू? राजू: मैं भी ठीक हूँ. शुक्रिया टीचर. ടീച്ചർ: ശുക്രിയ രാജു. അത് കഴിഞ്ഞിട്ട് ഫർഹാദ് സ്കൂളിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? തൻ്റെ ബാഗുമായിട്ടാണ് പോകുന്നത്. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ? ഫർഹാദ് ബസ്തയായിട്ടാണ്, ബാഗായിട്ടാണ് പോകുന്നത്. ഫർഹാദിൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാകും ഫർഹാദിൻ്റെ ബാഗിൽ? അതായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം. എന്തെല്ലാം ഉണ്ട്? പാനി കി ബോത്തൽ, കിതാബ്, കലം, പെൻസിൽ, ലഞ്ച് ബോക്സ്. അവസാനമായിട്ട് ഈ പാഠഭാഗത്ത് ഒരു പ്രവർത്തനമുണ്ട്. എന്താണ്? ഫർഹാദ് നല്ല കുട്ടിയാണ്. ഫർഹാദ് അച്ചാലെടുക്കാ ഹേ, നല്ല കുട്ടിയാണ് അല്ലേ? ഫർഹാദ് രാവിലെ എണീക്കുന്നു, സുബഹ് സവേരെ ഉടുത്താ ഹേ, പിന്നെ
പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യുന്നു, സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുന്നു. ഇതുപോലെ നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം ചെയ്യുന്നുണ്ട്, അതാണ് മൂന്നാമത്തെ പ്രവർത്തനം. സുബഹ സവേരെ ജാഗ് ഉഠ്താ ഹേ, ഹാത്ത് മുഹ് ധോത്താ ഹേ, ദാന്ത് സാഫ് കർത്താ ഹേ, നഹാത്താ ഹേ, नाश्ता करता है, स्कूल जाने की तैयारी करता है. ഹായ് പ്യാരെ ബച്ചോ, ആദാബ്. ചമക്താ ഹെ താജ് എന്നാണ് രണ്ടാമത്തെ പാഠഭാഗം. അതിൽ നല്ലൊരു ദേശഭക്തി ഗാനമാണ്. യെ ഹിന്ദുസ്ഥാൻ ഹെ ഹമാരാ വതൻ, ഹമാരാ വതൻ സബ്സെ പ്യാരാ വതൻ. ये हिंदुस्तान है हमारा वतन, हमारा वतन सबसे प्यारा वतन. വ്യത്യസ്ത രീതിയിൽ നിങ്ങൾ പാടി അവതരിപ്പിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലെ പ്രവർത്തനങ്ങൾ വരുന്നത് സമാന ശബ്ദ പദങ്ങളാണ്. സമാന ശബ്ദ പദങ്ങൾ ഒരു പദ്യഭാഗം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ പ്രവർത്തനങ്ങൾ വരുന്നത് സമാന ശബ്ദ പദങ്ങൾ എഴുതാനുള്ളതാണ്. ഉദാഹരണമായിട്ട് ഒരു 2 സമാന ശബ്ദ പദങ്ങൾ ഞാനിവിടെ പറയാം. പ്യാര, ന്യാര. അതേപോലെ തന്നെ താജ്, രാജ്. ചമൻ, വതൻ. ഹമാര, പ്യാര, താജ്, രാജ്. താര, ഹമാര, ചമക്താ ഹേ, കർത്താ ഹേ. നെക്സ്റ്റ് പ്രവർത്തനം അതിൽ വരുന്നത് 3 പക്ഷികളുടെ ഫോട്ടോ തന്നിട്ട് ആ പക്ഷികൾക്ക് അനുയോജ്യമായ നിറം കൊടുക്കുക. അതിൻ്റെ പേരുകൾ താഴെ എഴുതണം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ കുറിച്ചിട്ട് സെൻറ്റൻസ് എഴുതാം. चिड़िया, कौवा, मैना. यह तोता है. तोता एक परिंदा है. तोता एक खूबसूरत परिंदा है. तोता का रंग हरा है. അടുത്തത് ഉണ്ടായിരുന്നത് 4 വരി ദേശഭക്തി ഗാനമാണ്. प्यारा प्यारा देश हमारा, न्यारा न्यारा देश हमारा. प्यारा प्यारा देश हमारा, न्यारा न्यारा देश हमारा. भारत देश हमारा प्यारा, हिंदुस्तान है देश हमारा. प्यारा प्यारा देश हमारा, न्यारा न्यारा देश हमारा. ഇതുപോലെയുള്ള ദേശഭക്തി ഗാനങ്ങൾ നിങ്ങളെ ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അതിൽ അടുത്ത പ്രവർത്തനം വരുന്നത് ചമക്താ ഹെ താജ് എന്ന ദേശഭക്തി ഗാനത്തിൽ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചിട്ടാണ് കവി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഇന്ത്യയെക്കുറിച്ചിട്ട് എന്തെല്ലാം ജുംലകളാണ് ഈ പദ്യഭാഗങ്ങൾ വന്നിട്ടുള്ളത് എന്നൊന്ന് നമുക്ക് നോക്കാം. हिंदुस्तान हमारा वतन है, हिंदुस्तान हमारा प्यारा वतन है, हिंदुस्तान हमारा चमन है, अजंता हिंदुस्तान में है, एलोरा हिंदुस्तान में है. ഹായ് മേരെ ദോസ്തോ, നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പാഠഭാഗങ്ങളാണ് നമ്മളിവിടെ ഒരിക്കൽ കൂടി പരിചയപ്പെടുന്നത്. നോക്കാം എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഹിന്ദുസ്ഥാനെ കുറിച്ചിട്ടുള്ള പല പല കാര്യങ്ങൾ നമ്മൾ ഓരോ യൂണിറ്റിലൂടെ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ യൂണിറ്റിൽ ഹിന്ദുസ്ഥാൻ के बारे में एक मशहूर नज़म भी हमको सुनी है. ഹിന്ദുസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കേൾക്കുന്നത് പ്രധാനമായും നമ്മുടെ കൗമി ലീഡേഴ്സാണ്. നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്നതും അത്തരത്തിൽ നമ്മുടെ പ്രധാന കൗമി ലീഡറായ നമ്മുടെ വസീർ ആസമായ
ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടുള്ള ഒരു മനോഹരമായ കഥയാണ്. കൂട്ടുകാർ ആ കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഓർമ്മയിലില്ലേ? എന്തായിരുന്നു ആ കഥ? നമുക്കൊന്ന് നോക്കാം. നെഹ്റു യാത്ര പുറപ്പെടുന്നതും ചെന്നൈയിലേക്ക് യാത്ര പുറപ്പെടുകയായിരുന്നു അല്ലേ? നെഹ്റു ആരായിരുന്നു നമ്മുടെ? പെഹല വസീർ ആസം ഹെ. ഹമാരെ വസീർ ആസം ഒരു ദിവസം യാത്ര പുറപ്പെടുമ്പോഴുണ്ടായ അനുഭവമാണ് നമ്മുടെ ഭീഡ് മേം അകേലെ എന്ന പാഠഭാഗത്തിൽ പറയുന്നത്. നമുക്കറിയാം നെഹ്റുവിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നെഹ്റു ഒരിക്കൽ യാത്ര പോകുമ്പോൾ വഴിയിൽ ഒരു ഉബാരെ വാലേക്കോ ദേക്കാ ഹെ അല്ലേ? ഉബാരെ വാല അറിയുന്നുണ്ടാവും. ബലൂൺ വിൽക്കുന്ന ആൾ. കുറച്ച് കുട്ടികളും അതിൻ്റെ അടുത്തുണ്ട്. കുറച്ച് കുട്ടികൾ കുറച്ച് മാറി നിൽക്കുന്നതുമായും നെഹ്റു കാണുകയാണ്. നെഹ്റു ആ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, മാറി നിൽക്കുന്ന കുട്ടികളോട് നെഹ്റു ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? എന്തായിരുന്നു കാരണം? കുട്ടികൾക്ക് എന്താവശ്യമാണ്? കുട്ടികൾക്ക് ബലൂണ് വേണം. പക്ഷേ അതിന് അവരുടെ കയ്യിൽ എന്തില്ല? പൈസ ഇല്ല. നെഹ്റു ഹമാരെ ചാച്ചാജി അല്ലേ? ചാച്ചാജിക്ക് ബച്ചോം കോ ബഹുത് പ്യാർ ഹെ. അതുകൊണ്ട് തന്നെ നെഹ്റു എന്ത് ചെയ്തു? ഉബാരെ വാലയുടെ അടുത്ത് നിന്ന് ആ ഉബാരകൾ വാങ്ങിച്ച് കുട്ടികൾക്കൊക്കെ വീതിച്ച് കൊടുത്തു. അങ്ങനെ കുട്ടികളൊക്കെ ബഹുത്ത് ഖുഷ് ഹോ ഗയെ. ഇതാണ് നമ്മുടെ പാഠഭാഗത്തിലുണ്ടായിരുന്ന ആശയം അല്ലേ? അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ കൗമി ലീഡറായ അതുപോലെ തന്നെ നമ്മുടെ വസീർ ആസമായ നെഹ്റുവിനെ പരിചയപ്പെട്ടു. ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കഥ ഒരു റോൾ പ്ലേ ആയിട്ട് ഒന്ന് അവതരിപ്പിക്കാൻ. കൂട്ടുകാർ അഭിനയിച്ച് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തല്ലോ അല്ലേ? കൂടാതെ ഇതിൽ ചില കൗമി ലീഡേഴ്സിന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടാനുള്ള പ്രവർത്തനമായിരുന്നു അടുത്തതായിട്ടുള്ള സർഗർമി. അതിൽ ഏതൊക്കെ കൗമി ലീഡേഴ്സാണ് നോക്കൂ അതിലുള്ളത്? कौन है? जवाहरलाल नेहरू है और गांधी जी है और मौलाना अबुल कलाम आज़ाद है. जवाहरलाल नेहरू कौन है? हमारा वज़ीर आज़म है. നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ചില കാര്യങ്ങളൊന്ന് പരിചയപ്പെട്ടു നോക്കിയാലോ? ये जवाहरलाल नेहरू है. जवाहरलाल नेहरू एक कौमी लीडर है. जवाहरलाल नेहरू हमारे पहले वज़ीर आज़म हैं. जवाहरलाल नेहरू को बच्चे चाचा जी पुकारते हैं. ഇതിൽ വരുന്ന മറ്റൊരു സർഗർമി എന്തായിരുന്നു? നമ്മൾ അവസാനം പറഞ്ഞ കാര്യം തന്നെ. എന്തുകൊണ്ടാണ് നമ്മൾ ചാച്ചാജി എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? ക്യോ? എന്തുകൊണ്ടായിരിക്കും നമ്മൾ ചാച്ചാജി എന്ന് വിളിക്കുന്നത്? ചാച്ചാജി കോ ബच्चे से बहुत प्यार है ഹെനാ? കുട്ടികളെയൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കും? ചാച്ചാജി പുക്കാർത്തെ ഹെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഭീഡ് മേം അഖേലെ എന്നുള്ള നമ്മുടെ കൊച്ചു കഥയിൽ പറയുന്നത്. കൂട്ടുകാർ മനസ്സിലാക്കിയല്ലോ അല്ലേ? प्यारे बच्चों और दोस्तों आदाब, कैसा है? ठीक है? अच्छा, ഓക്കെ. നമ്മൾക്ക് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ 4ാമത്തെ പാഠഭാഗമായ രംഗ് ബിരംഗി ചത്തരി. ഈ പാഠമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിലെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ അധ്യാപകർക്ക് ടീച്ചേഴ്സിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ അല്ലേ? അയച്ചു കൊടുത്തിട്ടില്ലേ? എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായിരുന്നാലും എന്തായിരുന്ന പാഠഭാഗത്തിൽ നമ്മുടെ രാജുവിൻ്റെ ഒരു കുടയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു അല്ലേ നമ്മൾ പഠിച്ചിരുന്നത്? രാജുവിൻ്റെ കുട അവൻ്റെ അബ്ബാജാൻ എവിടുന്ന് കൊണ്ടുവന്നായിരുന്നു? ദില്ലിയിൽ നിന്ന് കൊണ്ടുവന്ന കുടയെക്കുറിച്ചായിരുന്നു അവൻ ക്ലാസ്സിൽ അവൻ്റെ ടീച്ചറുമായി പങ്കുവെച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അതിൽ ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. എന്തായിരുന്നു ആദ്യത്തെ പ്രവർത്തനം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഒന്ന് പറഞ്ഞാട്ടെ. കുടയുടെ ചിത്രം വരയ്ക്കാനായിരുന്നു ആദ്യത്തെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. ഓക്കെ, കുടയുടെ ചിത്രം വരയ്ക്കുകയും അതിന് നിറം കൊടുക്കുകയും ചെയ്യാനായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. അതോടൊപ്പം ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അതുമായി ബന്ധപ്പെട്ട ഛത്തരിയുമായി ബന്ധപ്പെട്ട
ചില പദങ്ങൾ കണ്ടെത്താനായിരുന്നു. നിങ്ങൾക്ക് കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്തൊക്കെയായിരുന്നു കണ്ടെത്തിയത്? ഒന്ന് പറഞ്ഞാട്ടെ. എന്തായിരുന്നു? ബാരിഷ്. ബാരിഷ് അവിടെ തന്നതല്ലായിരുന്നോ? തന്നതായിരുന്നു, ഉദാഹരണം തന്നതായിരുന്നു. ഒന്നുകൂടെ പറയേ. നയ അല്ലെങ്കിൽ നയി. അടുത്ത എന്താണ്? ധൂപ്പ്. എന്താ ധൂപ്പ് എന്ന് പറഞ്ഞാൽ? ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താ? മഴ. ധൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിൽ അല്ലേ? ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ചില പദങ്ങളായിരുന്നു നിങ്ങളോട് ആദ്യമായി ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനം. പിന്നീടോ ആ പദവുമായി ബന്ധപ്പെട്ട് പദത്തോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? വാചകം നിർമ്മിക്കാൻ നമ്മോട് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ആ ആദ്യത്തെ പ്രവർത്തനം ഒന്നും കൂടെ ഒന്ന് നോക്കാം. ചത്തരി, രംഗ് ബിരംഗി, ബാരിഷ്, ധൂപ്പ്, ചോട്ടി, നൈ. അടുത്ത പ്രവർത്തനം എന്തായിരുന്നു? രണ്ടാമത്തെ പ്രവർത്തനം. താഴെ ചില പക്ഷികളുടെയും അതോടൊപ്പം തന്നെ എന്താ തന്നിരുന്നത്? ഒരു ബലൂണിൻ്റെ ചിത്രം തന്നിരുന്നു. മാത്രമല്ല അവർ പാവക്കുട്ടിയുടെ, എന്താണ് പാവക്കുട്ടി? ഗുഡിയയുടെയും ചിത്രം തന്നിരുന്നല്ലോ. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? അതിനെന്ത് ചെയ്യണം? അവിടെ കുറച്ച് മുകളിലായി കുറച്ച് കളറുകളും തന്നിരുന്നു. അതിന് അനുയോജ്യമായ കളറ് കൊടുക്കുകയും നേരത്തെ ഉള്ള പ്രവർത്തനത്തിന് പറഞ്ഞ പോലെ തന്നെ ഈ പദങ്ങൾ, ഈ കളറ് കൊടുത്ത പക്ഷികളുടെയും ഒക്കെ വെച്ചിട്ട്, ആ വാചകങ്ങളൊക്കെ വെച്ചിട്ട് ചില വാചകങ്ങൾ, പദങ്ങൾ ഉപയോഗിച്ചിട്ട് വാചകങ്ങൾ ഉണ്ടാക്കാനായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം പറഞ്ഞിരുന്നത്. യേ കബൂത്തർ സഫേദ് ഹെ, യേ കൗവ കാലാ ഹെ, യേ ചിടിയ പീലാ ഹെ, യേ തോത്ത ഹരാ ഹെ, യേ ഗുഡിയ ലാൽ ഹെ, യേ ഉബാര നീലാ ഹെ. മൂന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? സ്കൂളിൻ്റെ ചിത്രം. ഫർഹാദിൻ്റെ സ്കൂളിൻ്റെ ചിത്രം നമുക്ക് നമ്മുടെ പാഠഭാഗത്ത് തന്നിരുന്നു. ഓർക്കുണ്ടല്ലോ എല്ലാവരും? നിങ്ങളുടെ മുമ്പിൽ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ഫർഹാദിൻ്റെ സ്കൂളിൻ്റെ ചിത്രം തന്നിരുന്നു. അവിടെ എന്തൊക്കെയാണോ ആ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ആ പദങ്ങൾ എഴുതാനായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അവിടെ കുട്ടികളുണ്ട്, പിന്നെന്തൊക്കെയുണ്ട്? അധ്യാപകരുണ്ട്, സ്കൂളിൽ മറ്റെന്തൊക്കെ കളി സാധനങ്ങൾ, പന്ത് കാണുന്നുണ്ട്, ഒരുപാട് കാണുന്നുണ്ട്, പിന്നെ വസ്തുക്കളൊക്കെ അവിടെ കാണുന്നുണ്ട്. ആ കാണുന്നത് ഓരോന്നായി എഴുതാനായിരുന്നു ആ പ്രവർത്തനത്തിൽ, മൂന്നാമത്തെ പ്രവർത്തനത്തിൽ ആദ്യമായി നിങ്ങളോട് പറഞ്ഞത്. പിന്നീടോ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ രണ്ടാമത്തെയൊക്കെ പ്രവർത്തനത്തിൽ പറഞ്ഞ പോലെ ഈ പദങ്ങൾ ഉപയോഗിച്ചിട്ട് വാചകം നിർമ്മിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ? ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ. ബാഗ്, പൗദേ, ലഡ്കെ, ലഡ്കിയ, ടീച്ചർ, गेंद, कौवा, बस्ता, कुआ, पाठक. ये स्कूल है. स्कूल के आंगन में बच्चे हैं. बच्चे खेल रहे हैं. स्कूल के सामने बाग है. आंगन में कुआ है. ഒരു പ്രവർത്തനം കൂടെ അതിൽ ബാക്കിയുണ്ടായിരുന്നു. 4 പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. 3 ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയോ നാലാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഒരു പദ്യം തന്നിരുന്നു. ആ പദ്യം എന്തിനെക്കുറിച്ചായിരുന്നു? മഴയെക്കുറിച്ചായിരുന്നു അല്ലേ? റിംജിം റിംജിം ബർസാ പാനി, ബർസാ പാനി, ബർസാ പാനി തുടങ്ങിയ ഒരു പദ്യമായിരുന്നു. അതിൻ്റെ ആദ്യത്തെ 2 വരി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത്. ആ പദ്യം എന്തൊക്കെയാണോ അതിൽ പറയുന്നത്, അതിനുശേഷം ആ പറഞ്ഞ കാര്യങ്ങൾ വാചകമായി മഴയുമായി ബന്ധപ്പെട്ട് എന്താണോ ആ പദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് അടുത്ത സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയായിരുന്നു. ബാരിഷ് റിംജിം റിംജിം ബരസ്തി ഹെ. ബാരിഷ് ആംഗൻ മേ ബറസ്തി ഹെ. ബാരിഷ് ഫൂലോं को नहलाती है. ബാരിഷ് रस्तों पर बहती है. ബാരിഷ് नाव बहाती है. ഇത്രയും പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായിരുന്നാലും എന്തെങ്കിലും കാരണത്താൽ ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ
എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത പാഠഭാഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പായി ഇത് ചെയ്തിട്ട് അവരവരുടെ അധ്യാപകർക്ക്, ടീച്ചേഴ്സിന് ഈ പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടെ അയച്ചു കൊടുത്തിട്ട് അതിൽ കുറവുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഓക്കെ, എല്ലാവരും ചെയ്യൂലേ? ഓക്കെ, ഖുദാ हाफिज़, शुक्रिया। मेरे प्यारे बच्चों, आदाब। खेलें कूदें, खेलें कूदें, खेलना കളിക്കുക, കൂദിന ചാടുക. അതായത് നമുക്ക് തുള്ളിച്ചാടി കളിക്കാം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ എവിടെ കളിക്കാറുള്ളത്? മൈതാനത്ത്. ടീച്ചർ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളെയും കൊണ്ട് കളിക്കാനായിട്ട് മൈതാനത്തേക്ക് പോകുന്നുണ്ട്. ആ മൈതാനത്തിൽ കുട്ടികൾ കളിക്കുന്ന സമയത്ത് ടീച്ചറോട് ചോദിക്കുക, ടീച്ചർ ഹംകോ ആങ്ക് മച്ചൂലി കേലേ, നമുക്കെന്താ കണ്ണ് പൊത്തിക്കളി കളിക്കാം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ടീച്ചർ പറയാണ്, ആ എന്നാൽ ശരി, നമുക്ക് കണ്ണ് പൊത്തിക്കളി കളിക്കാം. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് എന്ത് വേണം? എല്ലാവരും വരി നിരായിട്ട് നിന്നിട്ട് ഒരു വർസിഷ് ഗീത്, അതായത് വർസിഷ് വ്യായാമം, എക്സസൈസ് ഗീതം ചൊല്ലിയാലോ? ഒന്ന് പാടി നോക്കിയാലോ? ആവോ ഊപ്പർ हाथ उठाए, ऊपर से फिर नीचे लाए, खेलें कूदें दौड़ लगाए, दौड़े सबसे आगे जाए. അപ്പോൾ ഈ പാഠഭാഗത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം വ്യത്യസ്ത ഈണത്തിൽ മുഖ്തലിഫ് തർജോമേ സുനായിയെ. നിങ്ങളെല്ലാവരും ടീച്ചർക്ക് അയച്ചു കൊടുത്തില്ലേ? പിന്നെ അതിൽ രണ്ടാമത്തെ പ്രവർത്തനം ഹമാവാസ് അൽഫാസ് ലിക്കിയെ, അതായത് ഒരേ സൗണ്ട് വരുന്ന വാക്കുകൾ തിരഞ്ഞെടുത്ത് എഴുതാൻ. ഉദാഹരണത്തിന് ഗായേം ജായേ, ഗായേ ജമായേ, ലായേ ജായേ, ഉഠായേ ലഗായേ, ലഗായേ ജമായേ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം അതിലെ സെൻറ്റൻസ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കിയാലോ? हम हाथ से काम करते हैं, हम कान से सुनते हैं, हम नाक से सूंघते हैं, हम आँख से देखते हैं, हम पैर से चलते हैं. അപ്പോൾ നാലാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. കുറച്ച് കളി ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ പേരുകൾ താഴെ എഴുതണം. വിക്കറ്റ്, ബല്ല, ഗേന്ദ്, ഷട്ടിൽ കാ ബല്ല, ഹാക്കി സ്റ്റിക്ക്, ഫുട്ബോൾ. ഇനി ഖേലേം കൂദേം എന്ന പാഠഭാഗത്തിലെ ലാസ്റ്റ് പ്രവർത്തനമായ പദസൂര്യൻ ഖേൽ എന്ന് പറഞ്ഞ ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്. ആ പദസൂര്യൻ പൂർത്തീകരിച്ച് അതുമായി ബന്ധപ്പെടുത്തി സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഖേൽ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ആങ്ക് മച്ചൂലി, हॉकी. क्रिकेट एक खेल है. बल्ले से क्रिकेट खेलते हैं, गेंद से क्रिकेट खेलते हैं. क्रिकेट खेलने के लिए विकेट ज़रूरी है. പ്യാരെ ബച്ചോ, ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ യൂണിറ്റിലെ അവസാന പാഠമാണ്. അവസാന പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? തിരങ്ക ജണ്ട. തിരങ്ക ജണ്ട എന്ന ആ പാഠത്തെക്കുറിച്ചുള്ള ഒരു റിവിഷനാണ് നമ്മൾ ഈ ഭാഗത്തിൽ ചെയ്യുന്നത്. തിരങ്ക ജണ്ട എന്ന് പറഞ്ഞാൽ ഒരു ബയാനിയാണ്. ആ പാഠം ഒരു ബയാനിയാണ് നമ്മുടെ ദേശീയ പതാകയെ. കൗമി ജണ്ട കെ ബാരെ में एक छोटी बयानिया है. നമുക്കറിയാം ഫർഹാദ് രാജു രണ്ടുപേരും ദോസ്ത് थे और एक स्कूल में पढ़ते थे. അപ്പോൾ അവരുടെ സ്കൂളിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് എന്താണ് നമ്മൾ സ്വാതന്ത്ര്യദിനം നടക്കാൻ നിൽക്കുകയാണ്. സ്വാതന്ത്ര്യദിന പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവർ കുറേ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിലായിരുന്നു അവരുണ്ടായിരുന്നത്.
അല്ലേ? അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം അവരുടെ ആഘോഷം നടക്കുകയാണ് അവിടെ. അപ്പോൾ അന്ന് വൈകുന്നേരം ഫർഹാദ് വീട്ടിലെത്തി ഉപ്പായോട് പറയാണ്, ഉപ്പ അബ്ബ മുझे एक കൗമി ജണ്ട ചാഹിയെ, എനിക്കൊരു ദേശീയ പതാക വേണം. അങ്ങനെ ഫർഹാദിൻ്റെ ഉപ്പ ഒരു ചെറിയ ദേശീയ പതാക അവന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ സമയത്ത് തന്നെ ഫർഹാദിൻ്റെ ഉപ്പ അവന് ആ ദേശീയ പതാകയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ പാഠം. എന്തൊക്കെയാണ് ഫർഹാദിൻ്റെ ഉപ്പ അവനോട് പറയുന്നത്? ഏ ഹമാര കൗമി ജണ്ട ഹെ, ഇത് നമ്മുടെ ദേശീയ പതാകയാണ്, ഇത് നമ്മുടെ കൗമി ജണ്ട ഹെ, ഇസ്മേം 3 രംഗ് ഹെ, 3 നിറങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെന്ത് ചെയ്യുന്നത്? തിരങ്ക ജണ്ട എന്ന് പറയുന്നത്. തിരങ്ക ജണ്ട, രംഗ് എന്ന് പറഞ്ഞാൽ നിറം, തീ എന്ന് പറഞ്ഞാൽ 3 അല്ലേ? തിരങ്ക, ത്രിവർണ്ണ പതാക. അങ്ങനെ ചെറിയ രീതിയിൽ ഫർഹാദിന് എന്ത് ചെയ്യാൻ അവൻ്റെ അബ്ബ ഇതിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ് അല്ലേ? അതാണ് ഈ പാഠം. നിങ്ങളെല്ലാവരും ഈ പാഠം വായിച്ചതല്ലേ, മനസ്സിലാക്കിയതല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ പാഠം അതിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി ഈ പാഠത്തിലുള്ളത് 2 സർഗർമിയ, ദോ സർഗർമിയ ഹെ. ദോ സർഗർമിയ, സർഗർമിയ ബഹുത് ആസാൻ ഹെ, വളരെ സിമ്പിളായിട്ടുള്ള 2 പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ദേശീയ പതാകയെക്കുറിച്ചാണ്. കൗമി ജണ്ടാക്കെ ബാരേമേ ഹെ. നമ്മൾ ചോദ്യം എന്താണ്? ചോദ്യം വരുന്നത് ഫസ്റ്റ് സർഗർമി എന്താ വെച്ചാൽ കൗമി ജണ്ടേക്കെ ബാരേമേ, കൗമി ജണ്ടേക്കെ തസ്വീർ ബനാക്കർ, കൗമി ജണ്ടയുടെ തസ്വീർ ക്യാ ഹെ? ചിത്രം അല്ലേ? ആ തസ്വീർ ഖീഞ്ചിക്കർ രംഗ് ബരിയെ. തസ്വീർ ഖീഞ്ച എന്ന് പറഞ്ഞാൽ ചിത്രം വരക്കുക എന്നുള്ളത്. അതിന് രംഗ് ബരി നമ്മളോട് പറഞ്ഞു ഏതൊക്കെ നിറങ്ങളുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പം എന്താ ചെയ്യുക? ആ നിറങ്ങൾ കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക? കൗമി ജണ്ടേക്കെ ബാരേമേ ചന്ദ് ജുംലെ ലിഖിയെ. ജുംല എഴുതാൻ എളുപ്പമല്ലേ? എന്നേ പ്രയാസം ഉണ്ടോ? നമ്മൾ മുമ്പ് പഠിച്ച പാഠം തന്നെയല്ലേ? ഈ പാഠത്തിൽ മുഴുവൻ നമ്മൾ എന്താ പഠിച്ചത്? ഈ പാഠത്തിൽ മുഴുവൻ നമ്മൾ പഠിച്ചത് ഈ ഇവയെക്കുറിച്ചുള്ള ദേശീയ പതാകയെക്കുറിച്ചുള്ള സെൻറ്റൻസുകൾ. അത് എഴുതിയാൽ മതി അല്ലേ? ഏ ഹമാര, അത് ഫർഹാദിൻ്റെ ഉപ്പ പറയുന്നു, ഇത് നമ്മൾ പറയുന്നു അല്ലേ? ഏ ഹമാര കൗമി ജണ്ട ഹെ, ഇത് നമ്മുടെ ദേശീയ പതാകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇസ്കോ തിരങ്ക ജണ്ട കഹത്തെ ഹെ, ഇതിന് ത്രിവർണ്ണ പതാക എന്നും പറയുന്നു. ഇസ്മേ 3 രംഗ് ഹെ, ഇതിൽ 3 നിറങ്ങളുണ്ട്. അതുപോലെ അങ്ങനെ എഴുതാ. ये हमारा कौमी झंडा है, ये हमारा कौमी झंडा है, इसमें 3 रंग है, इसमें 3 रंग है, ऊपर ज़फ़रानी रंग है, ऊपर ज़फ़रानी रंग है, बीच में सफ़ेद, बीच में सफ़ेद और नीचे हरा रंग है, नीचे हरा रंग है, सफ़ेद रंग के बीच में अशोक चक्र है, सफ़ेद रंग के बीच में अशोक चक्र है, अशोक चक्र का रंग नीला है, अशोक चक्र का रंग नीला है. ഇനി ഇതിൽ തന്നെ ഒരു ചെറിയ പ്രവർത്തനമുണ്ട്. അതായത് ഈ പതാകയും ബന്ധപ്പെട്ട കൗമി ജണ്ടയുമായി ബന്ധപ്പെട്ട ചെറിയ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ചത് ഹമാരെ കൗമി ജണ്ട, ഹമാരെ വത്തൻ की कौमी झंडा तिरंगा झंडा के बारे में है. इस तरह हर मुल्क के तिरंगा क्या है? कौमी झंडे हैं. എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള ദേശീയ പതാകകൾ ഉണ്ട്. നിങ്ങൾക്ക് എത്ര രാജ്യങ്ങൾ ദേശീയ പതാകകൾ കണ്ടിട്ടുണ്ട്? എത്ര രാജ്യങ്ങളെ പതാകകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന രാജ്യത്തിൻ്റെ പറയാൻ കഴിയും? ഇപ്പോൾ ഇതിലെ പ്രവർത്തനം നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മുടെ രാജ്യത്ത് പോലെ മറ്റ് രാജ്യങ്ങളുടെ പതാകകളെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് രാജ്യങ്ങളുടെ പതാകകൾ നമുക്ക് എന്ത് ചെയ്യാം? കളക്ട് ചെയ്ത് നമ്മുടെ പുസ്തകത്തിൽ ചിത്രം ഒട്ടിക്കാം അല്ലേ? നമ്മുടെ ബന്ധപ്പെട്ട അയൽ രാജ്യങ്ങളുടേതോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എന്ത് ചെയ്യാം? ചിത്രങ്ങൾ, അവയുടെ ദേശീയ പതാക ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ നോട്ടിൽ എന്ത് ചെയ്യുക? അത് ഒട്ടിച്ച് വെക്കുക. ഓക്കെ, ചെയ്തൂടെ? ഒന്ന് നോക്കാം നമുക്ക് ഏതൊക്കെ കുറച്ച് നമുക്കിവിടെ പരിചയപ്പെടാം. ബ്രസീൽ, അർജൻറ്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, ക്രൊയേഷ്യ, ജാപ്പാൻ. ഇനി ഇതിലെ മൂന്നാമത്തെ പ്രവർത്തനം നമ്മൾ
ദേശീയ പതാകയിൽ നിറങ്ങളെക്കുറിച്ച് പഠിച്ചു. 3 നിറങ്ങൾ അല്ല 3 രംഗ് ഹെ. ആ നിറങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പതാകയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് അല്ലേ. അതുപോലെ നിറങ്ങളാൽ ഭംഗിയാക്കപ്പെട്ട ഒരു വസ്തുവാണ് എന്ത്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്തുവാണ് ധനക്. ധനക് ക്യാ ഹെ? ധനക് ഹം ആസ്മാൻ में देखते हैं, आसमान बारिश के वक्त हम आसमान में देखते हैं रेनबो. देखा है आप? रेनबो देखा है, धनक देखा है? हाँ ठीक है. हमारा अगला सरगर्मी है धनक के बारे में. धनक के रंग को पहचान करना. നമ്മൾ റെയിൻബോയിലുള്ള മഴവില്ലിലുള്ള നിറങ്ങൾ തിരിച്ചറിയാം. നമുക്ക് മലയാളത്തിൽ അറിയുന്നുണ്ടാവും, ഇംഗ്ലീഷിൽ അറിയുന്നുണ്ടാവും. ആ നിറങ്ങൾ നമുക്ക് ഉറുദുവിൽ എന്ത് ചെയ്യാം, നമ്മൾ ഒന്ന് ചിട്ടപ്പെടുത്തുന്ന രേഖപ്പെടുത്തുന്നതാണ് അടുത്ത പ്രവർത്തനം. അപ്പോൾ മഴവില്ലിൽ നമുക്കറിയാം എത്ര നിറങ്ങളുണ്ട്. 10 है, कितना है? 5 है. ആ നഹി 7, സബ്കോ ജാനത്തെ, എല്ലാവർക്കും അറിയാം അല്ലേ. എത്ര നിറങ്ങളുണ്ട്? 10 നിറങ്ങളുണ്ട്. സോറി 7 നിറങ്ങളുണ്ട്. എത്ര നിറങ്ങളുണ്ട്? 7 നിറങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ 7 നിറങ്ങൾ ക്രമമായിട്ടാണ് വരുന്നത് അല്ലേ. इसमें पहला रंग कौन सा है? ഇതിൽ ഏറ്റവും ആദ്യമായി വരുന്ന നിറം, നമുക്ക് ആദ്യം ഏറ്റവും കൂടുതൽ കാണുന്ന, അതിൻ്റെ മുകൾ ഭാഗത്തെ കാണുന്ന നിറം ഏതാണ്? ലാലാണ് അല്ലേ. ലാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ഇതിനെ നിറങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി വിബ്ജിയോർ എന്നുള്ളൊരു സൂത്രവാക്യം നമ്മൾ ഓർത്തു വെക്കലുണ്ട്, വിബ്ജിയോർ അല്ലേ. അപ്പോൾ ഇത് റെഡാണ് ഏറ്റവും മുകളിൽ വരുന്നത് അല്ലേ. റെഡിനാണ്, ചുവപ്പിനാ തരംഗ ദൈർഘ്യം കൂടുതൽ. അതുകൊണ്ട് എന്ത് ചെയ്യും, അതാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണുക. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും മുകളിൽ വരുന്നതായി നമുക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ അതിന് ഏറ്റവും മുകളിൽ വരുന്നത് ഏതാണ്? റെഡാണ്, ലാലാണ്. इसके नीचे कौन सा है? इसके नीचे ऑरेंज है. धनक के ऊपर का रंग लाल है. धनक के ऊपर का रंग लाल है. दूसरा रंग नारंगी है. दूसरा रंग नारंगी है. तीसरा रंग पीला है. तीसरा रंग पीला है. चौथा रंग हरा है. चौथा रंग हरा है. पांचवा रंग नीला है. छठा रंग ऊदा है. छठा रंग ऊदा है. और 7वां रंग बैगनी. 7वां रंग बैगनी है. ठीक है. ठीक है. अब समझ में आ गया? सब समझ गया? അപ്പോൾ നമ്മൾ ഈ പാഠത്തിലെ യൂണിറ്റിലെ 2ാമത്തെ യൂണിറ്റിലെ എല്ലാ പാഠവും ചർച്ച ചെയ്തു അല്ലേ. 6 പാഠങ്ങളും എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. അതേ പ്രവർത്തനങ്ങൾ കാണിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യൂണിറ്റിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും വ്യക്തമായി ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള സംശയങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്ത് ചെയ്താൽ സംശയം ചോദിച്ചാൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അല്ലേ നല്ല രീതിയിൽ ക്ലാസ് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടീക്ക് ശുക്രിയ. ഖുദാ ഹാഫിസ്.